ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളത്തെ നമ്മുടെ പ്രൊമോ അടിപൊളി പ്രൊമോ ആണ് കേട്ടോ. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമുള്ള ഒരു അടിപൊളി പ്രൊമോ തന്നെയാണ്. അങ്ങനെ അഞ്ജലി വീട്ടിലേക്ക് വരുമ്പോഴേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞ തരകനും കുറച്ച് പോലീസുകാരൊക്കെ ചേർന്നിട്ട് വീട് സെർച്ച് ചെയ്യാണ്. അത് കണ്ടുകൊണ്ട് അഞ്ജലി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സർ, എന്താ കാര്യം? ഓ വന്നല്ലോ, ഇനി കാര്യമൊന്നും ഞാൻ പറയാം. സെർച്ച് വാറന്റ് ഉണ്ട്, ഇനി അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. അല്ല സാറിപ്പോ എന്തിനാ ഇവിടേക്ക് വന്നത്? അതോ പത്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് 2 ദിവസം മുമ്പ് നീ പറഞ്ഞു, ഇപ്പൊ പറയുന്നു പത്മ മരിച്ചിട്ടില്ല എന്നും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നിന്റെ കളിയായിരിക്കുമല്ലോ. പത്മ മിക്കാറും ഇവിടെ തന്നെ ഒളിച്ചിരിക്കണ്ടാവും. സാധാരണ നീ അങ്ങനെയാണല്ലോ. പത്മേനെ എവിടെയും ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം അയ്യോ പത്മേനെ കാണാനില്ല, പത്മ എവിടെ പോയി എന്നൊക്കെ അലഞ്ഞു തിരിഞ്ഞ് വലിയ വലിയ മാന്യമ്മയുടെ തലയിലേക്ക് ആ കുറ്റം എടുത്തു വെക്കും. അതുപോലെ നീ എന്തെങ്കിലും ചെയ്തോണെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ഒരു സെർച്ച് വാറന്റ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീടൊന്ന് സെർച്ച് ചെയ്യാം. അതിനെന്താ സാർ ഇഷ്ടംപോലെ സെർച്ച് ചെയ്തോ. പത്മേനെ ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ പത്മ ഉണ്ടെങ്കിൽ സാർ എടുത്തോണ്ട് പോയിക്കോ എന്നൊക്കെ അഞ്ജലി പുച്ഛത്തോടെ കളിയാക്കണ്ട്. തരകം പറയണ്ട്, എന്നാലും ഇന്നത്തെ സെർച്ച് മതി, വാ 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 പോകാം പോകാം. അയ്യോ സെർച്ച് ഇത്രയോട്ട് മതിയാക്കിയോ? നീ അധികം അങ്ങോട്ട് കളിയാക്കല്ലേ. കളിയാക്കൂ സർ, കാരണം സാറിനെ പോലുള്ളടത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതുപോലെ ഒരു എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മന്ദബുദ്ധിത്തരവും പൊട്ടത്തരവും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കണമെന്ന് എനിക്കെപ്പോഴും മനസ്സിലാവണില്ല. അപ്പോഴേക്കും തരകനും പോലീസുകാരടന്ന് പോകുന്നുണ്ട് കേട്ടോ. ശ്യാമള പറയണ്ടേ, എന്താ മോളെ അവരെന്തിനെ ഇവിടെ സെർച്ച് ചെയ്യാൻ വന്നത്? അത് വേറൊന്നും അല്ലമ്മേ, ഞാൻ പത്മേനെ ഇവിടെ എങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന് സാറന്മാർക്ക് ഒരു സംശയം, അതുകൊണ്ട് സെർച്ച് ചെയ്യാൻ വന്നായിരിക്കും. അതൊക്കെ പോട്ടെ, അമ്മ എനിക്ക് ഭക്ഷണം എടുക്ക്, നല്ലൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. ഗുഡ് ന്യൂസോ? അതൊക്കെ ഉണ്ടമ്മേ. ആദ്യം ഭക്ഷണം എടുത്ത്, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കുളി കഴിഞ്ഞിട്ട് ആ ഒരു ഗുഡ് ന്യൂസ് ഞാൻ നിങ്ങളത്തെ എല്ലായിടത്തും പറയാം. കളിക്കല്ലേ, കാര്യം പറയടി. ഇനി നീ വരുന്നവരെ കുളിയും കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് കഴിക്കണവരെ ഞങ്ങൾ കാത്തിരിക്കണോ? കാര്യം പറ. എന്നാ ഒരു ഗ്ലാസ് വെള്ളം എടുക്ക്, കാര്യം പറയാം. അച്ഛനും ആര്യേച്ചി ഇവിടെ ഇല്ലേ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. അച്ഛാ, ആര്യേച്ചി, എല്ലാരും കൂടെ വാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താടി പെണ്ണെ, എന്താ കാര്യം എന്ന് ആര് ചോദിക്കുമ്പോ, അതെ, നമ്മുടെ പത്മേനെ അന്വേഷിച്ച് ഞാനും രാജീവും ഇത് തേങ്ങാപട്ടണത്തിന്റെ ആ ഒരു സ്ഥലത്ത് പോയായിരുന്നു. അത് റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ടല്ലേ പത്മ മിസ്സായത്. അപ്പൊ ആ ഒരു സ്ഥലത്ത് പോയി അന്വേഷിച്ചായിരുന്നു. ഒരു ഗുഡ് ന്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. പത്മ ജീവനോടെ തന്നെയുണ്ട്. പക്ഷെ കണ്ടുപിടിക്കാനായില്ല. അവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ CCTV നോക്കിയപ്പോഴേക്കും പത്മ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന ഭാഗം കണ്ടിരുന്നു. അതിന് പത്മ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി പത്മനെ കണ്ടുപിടിച്ചാൽ മാത്രം മതി എന്ന് പറയണം. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ ആവുന്നുണ്ട്. അഞ്ജലി പറയണ്ട, അമ്മേ ഞാനൊന്ന് കുളിച്ചിട്ട് പോട്ടെ, ഭയങ്കര ക്ഷീണം. ഇന്ന് വെയിലത്ത് ഒരുപാട് കറങ്ങി നടന്നുകൊണ്ടായിരിക്കും വല്ലാത്തൊരു തലവേദന പോലെ. ഞാൻ കുളിച്ചു വരുമ്പോഴേക്ക് അമ്മ ഒരു ചായ ഉണ്ടാക്കി വെക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി കുളിക്കാൻ വേണ്ടി പോകാട്ടോ. അതേസമയം അർജുനും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അനുപമയാണെങ്കിൽ മുൻപിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അർജുൻ വരുമ്പോ ജസ്റ്റ് ഒന്ന് തട്ട് കൊടുക്കാമെന്ന രീതിയിലാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് അർജുൻ ഇങ്ങനെ മണ്ടനാക്കാന്നൊക്കെ വിചാരിച്ചുള്ള രീതിയിൽ അനുപമ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. അനുപമനെ കാണുമ്പോൾ അർജുൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അർജുൻ പുച്ഛത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോവാണ്. കാരണം അർജുന്റെ മനസ്സിലെ അനുപമ എന്ന് പറഞ്ഞിട്ട് ഒരു ചതിച്ചുകൊണ്ട് കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയ ഒരു ചേച്ചി, അത്രേ ഉള്ളൂ. തന്റെ ഇടത്തിയായിട്ട് ഒന്നും ആയിട്ട് ഇപ്പൊ അനുപമേനെ അർജുൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്യാണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും പെട്ടെന്ന് അനുപമ പുറകെ എന്നിങ്ങനെ പറയുന്നുണ്ട്, അതേ മനം പോലെ മംഗല്യം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അർജുനൊക്കെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ. അർജുൻ ചോദിക്കണ്ടേ, എന്താ എന്താ എടുത്ത് പറഞ്ഞത്? അല്ല, മനം പോലെ മംഗല്യം എന്നൊക്കെ പറയുമായിരുന്നു. അർജുൻ ഇങ്ങനെ നോക്കണ്ടേ, ഇവരെന്തിനും മനസ്സിലായിട്ടാണ് ഇങ്ങനെ പറയണത്. ഇവരെന്താ പെട്ടെന്ന് മനം പോലെ മംഗല്യം എന്ന് പറഞ്ഞത്? അല്ല അർജുൻ എന്തു പറ്റി പെട്ടെന്ന് ഷോക്ക് അടിച്ച പോലെ നിന്നത്? ഒന്നുമില്ല, എന്നെ വിളിച്ച പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ അർജുനെ വിളിച്ചൊന്നുമില്ല, ഞാൻ മനം പോലെ മംഗല്യം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണത്? അല്ല, മനം പോലെ മംഗല്യം എന്നൊക്കെ പറയാൻ പാടില്ലേ? ഇവിടെ ഇന്ന വാക്യം പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു കാര്യം, ഇവരുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ അകത്തേക്ക് കയറി പോകണം. പക്ഷെ അർജുന് നല്ല സംശയം കേട്ടോ, ഇവരെന്തൊക്കെയോ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയണത് എന്ന രീതിയിൽ അർജുന് നല്ല സംശയമുണ്ട്. അങ്ങനെ അർജുൻ അകത്തേക്ക് കയറി പോവാണ്. അതേസമയം അഞ്ജലി ആണെങ്കിലോ കുളിയൊക്കെ കഴിഞ്ഞ് കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ചായക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ അഞ്ജലിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അഞ്ജലി പതുക്കെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഞ്ജലി ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജലിയുടെ കഴുത്തിൽ ആ താലിമാല ഉണ്ടല്ലോ, ആ താലിമാല അഞ്ജലി പോലും അറിയാതെ അത് ചുരിദാറിന്റെ മുകളിലേക്ക് കയറി വീഴുവാണ്. അതായത് അഞ്ജലി ചുരിദാറിന്റെ ഉള്ളിലാണ് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പുറത്തേക്ക് ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ സമയത്താണ് റൂമിലേക്ക് ശ്യാമള കയറി വരുന്നത്.
ശ്യാമള വരുമ്പോഴേക്കും കാണുന്ന കാഴ്ച അഞ്ജലി ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, കൊള്ളാം, ഇവള് ഇരുന്നുറങ്ങിയോ എന്ന് പറഞ്ഞിട്ട് ശ്യാമള ഇങ്ങനെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് കഴുത്തിൽ ആ ഒരു മാല കാണാണ്. ഇതേതാ ഈ മാല എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഇങ്ങനെ നോക്കുമ്പോഴേക്കും അതിൽ താലി തൂങ്ങി കിടക്കണ കാണുന്നുണ്ട്. ദൈവമേ, ഇത് താലിമാലയല്ലേ, എന്റെ ഈശ്വര എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ശിവരാമ വരുന്നുണ്ട്. എന്താടി ശ്യാമള, എന്താ? ദേ ഈ ഒരുമ്പിട്ടവൾ നമ്മളെ പറ്റിച്ചു ശിവരാമേട്ടാ, നീ കാര്യം പറ. അവളുടെ കഴുത്തിൽ ഈ മാല കണ്ടില്ല. അപ്പോഴേക്കും അഞ്ജലി വേഗം എഴുന്നേക്കാണ്. അമ്മേ, എന്താ അമ്മേ ഇത്? കാണിക്കടി, കാണിക്കടി, നിന്റെ കഴുത്തിൽ ആ താലിമാല കാണിക്കടി, എല്ലാവരും ഒന്ന് കാണട്ടെ. താലിമാലയോ? ഒന്നൊന്ന് പൊയ്ക്കേ. എടി, ഞാൻ കണ്ടു നിന്റെ കഴുത്തിൽ നീ എന്താണ് ഒളിപ്പിച്ചു വെച്ചേക്കണെന്ന് പറഞ്ഞിട്ട് ആ മാല എടുത്ത് മുൻപിലേക്ക് എടുത്ത് ഇങ്ങനെ ഇടുവാട്ടോ. മാല കാണുമ്പോൾ ശിവരാമനും ആകെ ഷോക്ക് ആവാണ്. ശിവരാമനോട് ശ്യാമള പറഞ്ഞിട്ട് ഈ ഒരുമ്പിട്ടവൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് ശിവരാമേട്ടാ. മൂത്ത തുറന്നുണ്ടായിരുന്നു അനുപമ, അവള് ആരും അറിയാതെ ഒരു പുളിങ്കൊമ്പ് നോക്കി പിടിച്ചു, അതിന്റെ കൂടെ ചതിച്ചു പറ്റിച്ചു ആ പയ്യനെ വിവാഹം കഴിച്ചു പോയി. നമ്മുടെ രണ്ടാമത്തെ മോളെങ്കിൽ നമ്മളുടെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന മകളാന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷെ ഇവളും ചതിയും വഞ്ചനയുള്ള ഒരുത്തി തന്നെയാണ്. അല്ലാതെ നീതിക്കും ന്യായത്തിനും വേണ്ടി നടക്കുന്നവളല്ല. നോക്കിക്കാൻ, ഇവളുടെ കഴുത്തിൽ താലിമാല കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം ഇവളുടെ നെറ്റിയിലെ സിന്ദൂരത്തിന്റെ കറ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മനുഷ്യ, ഇവൾക്ക് എന്തോ ഒളിച്ചു കളിയുണ്ടെന്ന്. അഞ്ജലി, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ മോളെ? അത് അച്ഛ, പിന്നെ ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി വരാൻ, നിന്റെ വിവാഹം കഴിഞ്ഞോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. അച്ഛ, അത് പിന്നെ ഞാൻ പറയാച്ച, നടന്ന സംഭവങ്ങൾ എന്താ അച്ഛാ പറയാം. നീ ഒന്നും പറയണ്ട, ചോദിച്ചതിന് മാത്രം മറുപടി പറ. നിന്റെ വിവാഹം കഴിഞ്ഞോ ഇല്ലയോ? അച്ഛ, അത് പിന്നെ കഴിഞ്ഞു അച്ഛ എന്ന് അഞ്ജലി പറയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ശിവരാമന് പെട്ടെന്ന് നെഞ്ചുവേദന വരുവാട്ടോ. ശിവരാമൻ നെഞ്ചിങ്ങനെ തലോടിക്കൊണ്ട് പെട്ടെന്ന് അവിടെ കുഴഞ്ഞു വീഴുവാണ്. അയ്യോ അച്ഛ എന്ന് പറഞ്ഞ അഞ്ജലി വരുമ്പോഴേക്കും ശ്യാമള പറഞ്ഞു, നീ വന്നു പോരുത്, തൊട്ടു പോരുത് എന്റെ ശിവരാമേട്ടന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാമള ശിവരാമനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. പക്ഷെ ശിവരാമൻ നെഞ്ചുവേദന വന്നിട്ട് അങ്ങനെ തളർന്നു വീണ് കിടക്കുക കേട്ടോ. അങ്ങനെ ശിവരാമൻ എന്ത് പറ്റിയെന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അതേസമയം അർജുന്റെ മുമ്പിലേക്ക് വീണ്ടും അനുപമ വരുന്നുണ്ട്. അല്ല അർജുനെ, നിനക്ക് ചായയോ കോഫിയോ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ ഞാൻ തനിയെ ഇട്ട് കുടിച്ചോളാം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. അല്ല, നിങ്ങൾ ഇതിനു മുമ്പ് എടുത്ത് ചായ വേണോ കോഫി വേണോ എന്ന് ചോദിച്ചു വരാറൊന്നുമില്ലല്ലോ. ഇതെന്ത് പറ്റി ചായ വേണോ കോഫി വേണോ എന്ന് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? എന്താ കാര്യം? കാര്യം പറ എന്ന് അർജുൻ പറയുമ്പോ, അല്ല, മനം പോലെ മംഗല്യം എന്നാണല്ലോ, നിങ്ങൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണത്? അല്ല, അത് കേൾക്കുമ്പോ നീ എന്തിനാ അർജുന ഇങ്ങനെ വല്ലാത്തൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നത്? ഞാനതിനെ നിന്നൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്റെ റൂമിൽ നിന്ന് പോയിക്കേ, എനിക്ക് നിങ്ങളോടൊക്കെ ദേഷ്യമാണ്. അന്ന് ചതിച്ച് പറഞ്ഞ് പറ്റിച്ച് എന്നെ ഇവിടെ നിന്ന് വിവാഹ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയില്ലേ, ഏട്ടന്റെ മേടത്തിന്റെ വിവാഹ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് അവസാനം എന്റെ വിവാഹം നടത്താൻ വേണ്ടിയല്ലേ നിങ്ങൾ നോക്കിയത്? അന്നത്തോടെ ഞാൻ നിങ്ങളെ ഏടത്തിന്ന് വെച്ച് കണ്ട് നിങ്ങൾക്ക് അതിനു വേണ്ട ബഹുമാനവും എല്ലാം തന്നിരുന്നു. അതോടെ അതങ്ങോട്ട് തീർന്നു. ഇനി നിങ്ങൾ ഈ വീട്ടില് സാധാരണ എല്ലാവരെയും പോലെ ഒരു സ്ത്രീ, അത്രയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ എന്നൊക്കെ അർജുനും പറയാണ്. അങ്ങനെ ആ കുറെ ഭാഗങ്ങൾ നമുക്ക് പ്രൊമോയിൽ കാണിച്ചിട്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.